ഹായ്, ഫേസ്ലെസ് ആണ്. തൃശൂരിൽ പുതുവർഷ രാത്രിയിൽ ഒരു കൊലപാതകം നടന്നു. തൃശൂർ നഗരത്തിൽ നിന്ന് ഈ പുതുവർഷാഘോഷങ്ങൾക്കിടയിൽ ഒരു കൊലപാതക വാർത്ത വരുന്നു. തൃശൂർ നഗരത്തിലാണ് യുവാവ് കുത്തേറ്റ് മരിച്ചത്. 30 വയസ്സുള്ള ലിവിനാണ് മരിച്ചത്. കുത്തിയ 14-കാരനെ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. 2024 ഡിസംബർ 31 പുതുവർഷ ആഘോഷത്തിനിടെ തൃശൂർ വടക്കുന്നാഥ ക്ഷേത്രത്തിന്റെ കിഴക്കേ ഗോപുരത്തിന് സമീപം 30-കാരനായ ലിവിൻ ഡേവിസ് എന്ന യുവാവിനെ കുത്തി കൊലപ്പെടുത്തിയത് വളരെ ചർച്ചാവിഷയമായ ഒരു കാര്യമാണ്. ഇത് ഇത്രയും ചർച്ചാവിഷയമാകാൻ കാരണം ലിവിൻ ഡേവിസിനെ കുത്തിയത് ഒരു 14 വയസ്സുകാരനാണ്. അതായത് ഒരു 9ാം ക്ലാസ് വിദ്യാർത്ഥി. അതും അവന്റെ കയ്യിൽ സൂക്ഷിച്ചിരുന്ന കത്തി ഉപയോഗിച്ച്. ഇതിന് കാരണം ലിവിൻ തേക്കിൻകാട് മൈതാനത്തിരിക്കുമ്പോ, ലിവിന്റെ ഒരു സുഹൃത്തുമായി തേക്കിൻകാട് മൈതാനത്തിരിക്കുമ്പോ 2 ആൺകുട്ടികൾ 2 പെൺകുട്ടികളെയും കൊണ്ട് അവിടേക്ക് വരുന്നതായും ഇരുട്ടുള്ള ഭാഗത്തേക്ക് പോകുന്നതായും കണ്ടു. ഇതിനെക്കുറിച്ച് അന്വേഷിക്കാൻ, അതും രാത്രി നേരത്ത് 2 പെൺകുട്ടികളുമായി വന്നത് എന്തിനാണ് എന്ന് അന്വേഷിക്കാൻ ലിവിൻ ഈ ഭാഗത്തേക്ക് പോകുന്നു. അവിടെ ചെന്നപ്പോ ലിവിൻ അറിയുന്നത് അവര് മയക്കുമരുന്ന് ഉപയോഗിക്കുന്നതായിട്ടാണ്, 2 പെൺകുട്ടികളുമായി ചേർന്ന്. അതിനുശേഷം അവിടെ വാക്കുതർക്കം ഉണ്ടാവുകയും പിന്നീട് ലിവിന്റെ കൂടെ ഉണ്ടായിരുന്ന സ്ത്രീ കാണുന്നത് ലിവിൻ കഴുത്തിൽ കുത്തേറ്റ് ചോരയൊലിപ്പിച്ച് തിരിച്ച് ഓടി വരുന്നതുമാണ്. അങ്ങനെ ലിവിനെ അടുത്തുള്ള ജില്ലാ ആശുപത്രിയിലേക്ക് മാറ്റി. അവിടെ ചെന്നപ്പോൾ നിർഭാഗ്യകരമായിട്ട് ലിവിൻ മരണമടയുകയാണ് ചെയ്തത്. ലിവിനൊപ്പമുള്ള അമ്പിളി എന്ന ആൾ ചേരുകയാണ്. എന്താ ചേച്ചി ഉണ്ടായത്? ഞങ്ങൾ പറമ്പിലിരിക്കുമ്പോൾ 2 പിള്ളേർ അങ്ങോട്ട് കയറിപ്പോയി, പെൺകുട്ടികളെയൊക്കെ കൊണ്ട്. അപ്പോൾ ഇവൻ എന്തിനാണ് അത് അങ്ങനെ കൊണ്ടുപോകണമെന്ന് ചോദിക്കാനായിട്ട് പോയതാ. പിന്നെ പറഞ്ഞത് കത്തിയോണ്ട് കുത്തേറ്റിട്ട പിന്നെ പറഞ്ഞത്. ദൈവമേ. ഈ 2 വിദ്യാർത്ഥികളെ പിന്നീട് പോലീസ് കസ്റ്റഡിയിലെടുത്തു. അപ്പോൾ ഈ വിദ്യാർത്ഥികൾ പറഞ്ഞത് കുത്തിയത് നമ്മൾ തന്നെയാണ്, പക്ഷേ ലിവിന്റെ കയ്യിലുള്ള കത്തി ഉപയോഗിച്ചാണ് നമ്മൾ അയാളെ കുത്തിയതെന്നാണ്. അങ്ങനെ വീണ്ടും ചോദ്യം ചെയ്തപ്പോഴാണ് അറിയുന്നത് അത് ലിവിന്റെ കയ്യിലുള്ള കത്തിയല്ല, അവര്, അതായത് ഈ വിദ്യാർത്ഥികൾ 14ഉം 16ഉം വയസ്സുള്ള വിദ്യാർത്ഥികൾ കയ്യിൽ സൂക്ഷിച്ചിരുന്ന കത്തി ഉപയോഗിച്ചാണ് ലിവിനെ കുത്തിയതെന്നാണ്. കാരണം ഇതിനു മുന്നേയും ക്ലാസ്സിലെ കൂടെ ഉണ്ടായിരുന്ന സുഹൃത്തിനെ കത്തി കാണിച്ച് ഉപദ്രവം ഉണ്ടാക്കാൻ ശ്രമിച്ചതിന്റെ പേരിൽ സ്കൂൾ അധികൃതർ സസ്പെൻഷൻ കൊടുത്തിട്ടുള്ള കുട്ടിയാണ് ഇതിൽ ഒരാൾ. എന്തിനാണ് കുട്ടികൾ കത്തികളുമായി, അതും 14ഉം 16ഉം വയസ്സുള്ള കുട്ടികൾ കത്തിയുമായി അല്ലെങ്കിൽ മാരക ആയുധങ്ങളുമായി നടക്കുന്നതെന്ന് മനസ്സിലാവുന്നില്ല. ഇപ്പോ ഇവരെ അറസ്റ്റ് ചെയ്തിട്ട് ജുവനൈൽ ഹോമിലേക്ക് മാറ്റിയിട്ടുണ്ട്. പക്ഷെ ഇതൊരു ഉത്തരമല്ല. ഇതിന് പ്രായപൂർത്തിയാകാത്ത ഇത്രയും ചെറിയ കുട്ടികൾ ഒരു കൊലപാതകം ചെയ്തു എന്ന് പറഞ്ഞ ഈ കേരളത്തില് ഇനി എങ്ങനെ സമാധാനത്തോടെ നടക്കാൻ പറ്റും? കാരണം കൊലപ്പെടുത്താനുള്ള ഉദ്ദേശത്തോടു കൂടി തന്നെ കുത്തിയതാണെന്ന് FIR-ൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഒരു ഗാങ് മർഡർ ആയിട്ടാണ് ഇതിനെ ശരിക്കും കാണേണ്ടത്. പ്രതികള് മയക്കുമരുന്നിന്റെ പ്രഭാവത്തിലായിരുന്നു എന്നാണ് കേൾക്കുന്നത്. കാരണം ഇപ്പോൾ കുട്ടികൾക്ക് വളരെയധികം ഈസി ആയിട്ട് കിട്ടുന്ന ഒരു കാര്യമായിട്ട് മാറിയിട്ടുണ്ട് മയക്കുമരുന്ന്. ഇതിനു മുന്നേ ഒരു സംഭവത്തില് കുട്ടികള് സ്കൂളിൽ നിന്ന് ടൂർ പോയപ്പോ മയക്കുമരുന്ന് ഉപയോഗിക്കാൻ ചെന്ന് കയറിക്കൊടുത്തത് പോലീസ് സ്റ്റേഷന്റെ പറമ്പിലാണെന്ന് വരെ ഉള്ള വാർത്തകൾ നമ്മൾ കേട്ട് കഴിഞ്ഞിട്ടുള്ളതാണ്. അപ്പോ അതുപോലെ തന്നെയാണ് ഇപ്പൊ കുട്ടികൾക്ക് സ്കൂളുകളിൽ വളരെ സുലഭമായി കിട്ടുന്ന ഒരു കാര്യമായിട്ട് മയക്കുമരുന്ന് മാറിയിട്ടുണ്ട്. കഞ്ചാവിന്റെ മാത്രമല്ല MDMA-യും അതുപോലുള്ള മാരകമായ ഡ്രഗ്സുകളെല്ലാം കുട്ടികൾക്ക് കിട്ടി തുടങ്ങിയിട്ടുണ്ട്. അത് മാത്രമല്ല ഇവര് ഇതിന്റെ സപ്ലൈസുമായി പ്രവർത്തിക്കുന്നുണ്ട്. കാരണം ഇവർക്കൊരു വരുമാന മാർഗം എന്നുള്ള നിലയിലാണ് ഇപ്പോൾ ഇതിനെ കാണുന്നത്. കുട്ടികളിൽ ഉണ്ടാവേണ്ട എമ്പതിയോ ഒന്നും ഇത് ഉപയോഗിക്കുന്നവരിൽ ഉണ്ടാവുകയില്ല. അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെയുള്ള കൊലപാതകങ്ങളിലും ഇത് കലാശിക്കുന്നത്. പിന്നെ അടുത്തൊരു ഇൻഫ്ലുവൻസ് ആയിട്ട് എല്ലാവരും പറയുന്നത് സിനിമയാണ്. സിനിമയില്ലെങ്കിലും ഇങ്ങനെയുള്ള മയക്കുമരുന്നിന്റെ ഉപയോഗം കൊണ്ട് കുട്ടികളിൽ ഇങ്ങനെയുള്ള പ്രവണത തീർച്ചയായും ഉണ്ടാവും. പക്ഷെ ഇങ്ങനെ മയക്കുമരുന്ന് ഉപയോഗിച്ച് നടക്കുന്ന കുട്ടികള്, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളിലുള്ള കുട്ടികള് ഇതുപോലെ മാർക്കോ പോലെയുള്ള സിനിമകളൊക്കെ കാണുമ്പോൾ തീർച്ചയായിട്ടും അതൊരു ഇൻഫ്ലുവൻസ് ആകുക തന്നെ ചെയ്യും. അപ്പോൾ സാഹചര്യത്തിനനുസരിച്ച് എല്ലാം ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ടാവാം എന്നാണ് നമുക്ക് തോന്നുന്നത്. എന്താണെങ്കിലും കേരളം അത്ര സുരക്ഷിതമായ ഒരു സ്ഥലമല്ലാതായി മാറിയിട്ടുണ്ട്. കൊച്ചു കുട്ടികൾ വരെ മാരകായുധങ്ങളുമായി നടന്ന് യാതൊരു ഭയവുമില്ലാതെ ഭാവിയെക്കുറിച്ച് ചിന്തിക്കാതെ കൊലപാതകങ്ങൾ ചെയ്തു കൂട്ടുന്ന ഒരു നാടായി മാറിയിരിക്കുകയാണ്. ഈവൻ കൊട്ടേഷൻ സംഘങ്ങളിൽ വരെ കുട്ടികളെ ഉപയോഗിക്കുന്നവരുണ്ട്. ഞാൻ മുന്നേ പറഞ്ഞ പോലെ സപ്ലയേഴ്സ് ആയിട്ട്, ഡ്രഗിന്റെ സപ്ലയേഴ്സ് ആയിട്ട്, അവർക്ക് വരുമാന മാർഗമായിട്ട് അവരിതിനെ കാണുന്നുണ്ട്. ഇതിനുള്ളത് എന്തെങ്കിലും നടപടികൾ ഗവൺമെന്റ് എടുത്തേ പറ്റുള്ളൂ. വ്യക്തമായ രീതിയിലുള്ള നടപടികൾ ഇതിന് എടുക്കണമെന്ന് തന്നെയാണ് നമുക്ക് പറയാൻ പറ്റുള്ളൂ. പക്ഷേ എത്രത്തോളം എന്ന് അറിയാൻ പറ്റില്ല. ബൈ.